ഇത് ഞാൻ പറഞ്ഞ മാതിരിക്ക് പിന്നെ കാന്തല്ലൂർ 2 ഫ്രൂട്ടിൻ്റെ തോട്ടമുണ്ട്. അതായത് പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിനുള്ള 2 തോട്ടങ്ങളുണ്ട്. അതിൽ ഒരു തോട്ടമാണത്. ഫസ്റ്റ് തോട്ടമല്ല, നമ്മൾ വരുമ്പോൾ സെക്കൻഡായിട്ട് വരുന്ന തോട്ടമാണ്. വന്നിട്ട് നമ്മൾ ഫ്രൂട്ട് ഫാം കാണാതെ പോകാൻ പാടില്ലല്ലോ. ഈ സീസൺ എപ്പോഴാണ് ശരിക്കും ചേച്ചി? ജൂലൈ ആഗസ്റ്റോ? ഇതിവിടെ വരുന്നവർ തന്നെ വാങ്ങലാണോ കൂടുതലും ചേച്ചി? അത് നിങ്ങൾ പുറത്തേക്ക് തികയില്ലല്ലേ? പുറത്തേക്ക് കൊടുക്കാനും ഉണ്ടാവൂല അല്ലേ? ഇത് പ്ലംസ് അല്ലേ? ഇതിൻ്റെയൊക്കെ സീസൺ എങ്ങനെയാ? മെയ് ജൂണിലാ? ഇപ്പം ഇത് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ചിക്കു അതന്നെയല്ലത്, അതിൻ്റെ വൈറ്റ് അല്ലേ? ഈ സപ്പോർട്ട് ശരിക്കും ചിക്കു എല്ലാ സീസണും ഉള്ള സാധനമാണല്ലോ. എപ്പോഴും എപ്പോഴും കായ്ക്കൂല. മറ്റേ നോർമൽ ചിക്കു ഉണ്ടല്ലോ, മറ്റേ ബ്രൗൺ കളർ, അത് എപ്പോഴും ഉണ്ടാവൂലേ? ഇതെന്താ ചേച്ചി? ഓറഞ്ചാണ് അല്ലേ? ഭയങ്കര തടി വെക്കൊന്നുമില്ല, ചെറിയ ചെറിയ കമ്പും ചില്ലിയായിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് ഓറഞ്ച് അവിടെ കായ്ച്ചിട്ടുണ്ട് അല്ലേ? ഓറഞ്ചിൻ്റെ തയ്യാണ്, അല്ല ഓറഞ്ചിൻ്റെ മരം എന്ന് പറയാൻ പറ്റില്ല, ചെടിയാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ് ചേച്ചി? ഈ കാട് പാഷൻ ഫ്രൂട്ടാ? ഓ, ഇതൊന്നിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പറിക്കൽ വലിയൊരു കടമ്പയാണല്ലോ. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ കാര്യമായിട്ട് എന്താ കൂടുതലുള്ളത് എന്താണ് ചേച്ചി? ഓറഞ്ചാ കൂടുതൽ? ഓറഞ്ചാണ് അല്ലേ? നല്ല മധുരമുള്ള ഓറഞ്ചാ? ഇത് ആപ്പിളാണ് അല്ലേ? ആപ്പിൾ ആയി തുടങ്ങുന്നുണ്ടല്ലോ. ഇത് ഗ്രീനാ അതോ റെഡ്? റെഡ് തന്നെയാ, ഗ്രീൻ ആണ് അല്ലേ? മധുരം ഉണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ആപ്പിൾ പോലെ തന്നെ നമ്മളെ കാന്തല്ലൂരത്തെ ആപ്പിൾ മധുരമുണ്ട്. ഇത് ഉറുമാമ്പഴല്ലേ? ഉറുമാനല്ലത്? മുസമ്പി അല്ലേ? മുസമ്പിയും ഓറഞ്ചും തമ്മിൽ എന്താ മാറ്റം? തടി ഉണ്ടാവും, മരത്തിന് മാറ്റം എന്താണ്? മറ്റേത് കുറച്ചും കൂടി അതാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂടി തണ്ടിന് തടി ഉണ്ട് തോന്നുന്നു. ഇതൊക്കെ ആപ്പിളാണ് അല്ലേ? ഇത് കഴിച്ചാൽ എങ്ങനെ കഴിച്ചാൽ മധുരം ഉണ്ടാവില്ലല്ലോ? ചവർപ്പല്ലേ? ചവർപ്പായിരിക്കും അല്ലേ? ഓറഞ്ച് കണ്ട കാഴ്ച വെക്കണ ഓറഞ്ച്. ഇപ്പോൾ സാധാരണ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് ഫ്രൂട്ട്, എന്താ പറയുക, എക്സോട്ടിക് ആയിട്ടുള്ള കുറേ ഫ്രൂട്ടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സീസൺ അത്ര തന്നെ അല്ലാത്തതുകൊണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും ഓരോന്ന് കാണാമെന്നുള്ളത് ഇപ്പം സബർജിയിലല്ലേ? ഇങ്ങനെയുള്ള ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും തടിയില്ല അധികം. മരം ഒക്കെ ചെടി പോലെ തന്നെ ഒന്നും വലിയ വണ്ണം വെക്കാതെ. ഇപ്പം ശരിക്കും ഒരു ആപ്പിളൊക്കെ കായ്ക്കണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണം ചേച്ചി? 3 വർഷം വേണം. സീതപ്പഴം ഫ്രൂട്ട്സ് പ്ലംസ് ആണ് ഇതൊക്കെ. പ്ലംസിൻ്റെ മരമൊക്കെ കണ്ട ഓറഞ്ച് കണ്ട കാഴ്ച വെക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇവിടെ ഓരോന്നുള്ളത് തടിയും വണ്ണമൊന്നുമില്ല. ചെറിയൊരു ഓറഞ്ച്, ചെറിയ ടൈപ്പ് ഓറഞ്ച്. പിന്നെ ഓറഞ്ചിൻ്റെ കാര്യമായിട്ട് ഓറഞ്ചാണ് ഈ തോട്ടത്തിലുള്ളത്. പക്ഷെ കാലാവസ്ഥ നല്ലതായതുകൊണ്ടും അല്ലെങ്കിൽ ഇതിനൊക്കെ തണുപ്പ് കൂടുതൽ വേണം. ഇപ്പോൾ നമ്മളിവിടെ ഓറഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. അതൊന്നെങ്കിൽ അത് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലോ അല്ലെങ്കിൽ അതൊരു മധുരം ഉള്ളതായിട്ടും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് കാലാവസ്ഥ വലിയൊരു ഘടകമാണ് തോന്നുന്നു. ഈ ഓറഞ്ചൊക്കെ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ തോട്ടത്തിൽ കൂടുതലുള്ളത് ഓറഞ്ച് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഓറഞ്ചാണ്. ഇതൊക്കെ ഓറഞ്ചല്ല, ചെറിമോയ. ഇത് എന്താ ഫ്രൂട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ചെറിമോയ എന്ന് പറയുന്നത് അതിൻ്റെ തൈയാണിത്. ഈ താഴത്തേക്കുള്ളതൊക്കെ ഓറഞ്ചാണ്, കൂടുതലും ഓറഞ്ചാണ്. അത് ഇപ്പോൾ അവരാ ചേച്ചി പറയുകയും ചെയ്തു, ഇത് കൂടുതലും ഓറഞ്ച് തന്നെയാണ് ഈ തോട്ടത്തിലുള്ളത് എന്നുള്ളത്. ഈ മരം കണ്ടോ, ഒരു കുറ്റിച്ചെടി മാരിക്കാം, ചെടി മാരിക്കാണ് ഈ ഓറഞ്ച് ശരിക്കും ഉണ്ടായി നിൽക്കുന്നത്. ഇതൊക്കെ സീസണായി കഴിഞ്ഞാൽ നല്ലോണം കായ്ക്കണ മരങ്ങളാട്ടോ, നല്ല കായ്ഫലം തരുന്ന മരങ്ങളാണ്. ആപ്പിളൊക്കെ നട്ട് അതേപോലെ പറഞ്ഞ മാതിരിക്ക് ചെറിയ കായായി വന്നിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് പറിക്കാൻ പാകത്തിനോ കഴിക്കാൻ പാകത്തിനോ ഒന്നും ആയിട്ടില്ല. ഇത് ആപ്പിളാണ്. ഈ കാണുന്ന തൈ ഇതൊരു ആപ്പിളിൻ്റെ തൈയാണത്. ബ്ലാക്ക്ബെറി കാണാത്തവർക്കാണ് കേട്ടോ. ബ്ലാക്ക്ബെറിയാണ്, പക്ഷെ ഇതും ആയിട്ടില്ല. പച്ചയാണ്, കുറച്ചുകൂടി കഴിഞ്ഞാലാണ് ആവുക തോന്നുന്നു. കാര്യമായിട്ട് മെയ് ജൂൺ ജൂലൈ ആ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതലായിട്ട് കുറച്ചും കൂടി ഈ പറഞ്ഞവർക്ക് കായ്ച്ചു നിൽക്കണ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കാന്തല്ലൂർ വന്നാൽ കാണാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കാലാവസ്ഥ ആസ്വദിക്കണം, വന്നോളൂ. മറിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ പറ്റിയ സമയമല്ല, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സീസൺ അല്ല എന്നുള്ളത് അവർ പറഞ്ഞല്ലോ. ട്രീ ടൊമാറ്റോയാണത്, മരത്തക്കാളി. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ നമ്മൾ കാണാത്തതായിട്ടുള്ള കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും
ആസ്വദിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറയൂർ വരുമ്പോഴോ അല്ലെങ്കിൽ കാന്തല്ലൂർ വരുമ്പോഴോ ഇങ്ങനെയുള്ള ഫാമുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എൻട്രി ഉണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ സീസൺ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുക, ആ സമയങ്ങളിൽ ഫ്രൂട്ട്സ് ഒരുപാട് ഉണ്ടാകുന്ന സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നവരെ വാങ്ങലാണ് സാധനം. കുറച്ച് പാഷൻ ഫ്രൂട്ടും കുറച്ച് ഓറഞ്ചും കിട്ടി നമുക്ക്, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്.